നമസ്കാരം പ്രേക്ഷകരെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ നാം അറിയാതെ വെച്ചിരിക്കുന്ന ചില വസ്തുക്കളെക്കുറിച്ചാണ്. വാസ്തുശാസ്ത്രപരമായും ഊർജ്ജപരമായും ഇവ വീടിന് ദോഷം വരുത്തുന്നതായി പറയപ്പെടുന്നു. ശ്രദ്ധയില്ലാത്തതുകൊണ്ട് നമ്മുടെ സന്തോഷത്തെയും ഐശ്വര്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ചില കാര്യങ്ങൾ. ഇവ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉടൻ തന്നെ ശ്രദ്ധിക്കുക. ഒന്നാമതായി, ഉടഞ്ഞ കണ്ണാടികൾ. പൊട്ടിയതോ വിള്ളൽ വീണതോ ആയ കണ്ണാടികൾ വീട്ടിൽ വയ്ക്കുന്നത് നെഗറ്റീവ് ഊർജ്ജം ആകർഷിക്കാൻ കാരണമാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെച്ചേക്കാം. ഉടഞ്ഞ കണ്ണാടികൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറ്റുക. രണ്ടാമതായി, തുരുമ്പെടുത്ത ഇരുമ്പ് വസ്തുക്കൾ. ഉപയോഗിക്കാത്തതും തുരുമ്പെടുത്തതുമായ പഴയ ഇരുമ്പ് ഉപകരണങ്ങൾ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നത് ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും ക്ഷണിച്ചു വരുത്തും എന്ന് പറയപ്പെടുന്നു. ഇവ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയോ ശരിയായ രീതിയിൽ പരിപാലിക്കുകയോ ചെയ്യുക. മൂന്നാമതായി, വാതിലുകളും ജനലുകളും. കേടുപാടുകൾ സംഭവിച്ച വാതിലുകളോ ജനലുകളോ വീട്ടിലുണ്ടെങ്കിൽ അത് നെഗറ്റീവ് എനർജിക്ക് വീടിനുള്ളിലേക്ക് വരാനുള്ള വഴിയൊരുക്കും. ഇവ അറ്റകുറ്റപ്പണി ചെയ്യുകയോ മാറ്റുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ശബ്ദമുണ്ടാക്കുന്ന വാതിലുകളും ശുഭകരമല്ല. ഇനി നാലാമതായി, ഉണങ്ങിയ ചെടികൾ. വാടിയതും ഉണങ്ങിയതുമായ ചെടികൾ വീട്ടിൽ വയ്ക്കുന്നത് നെഗറ്റീവ് ഊർജത്തിൻ്റെ പ്രതീകമാണ്. ഇത് വീട്ടിലെ പോസിറ്റീവ് എനർജിയെ നശിപ്പിക്കുകയും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുകയും ചെയ്യും. ഉണങ്ങിയ ചെടികൾ ഉടൻ തന്നെ മാറ്റുകയും പുതിയവ വയ്ക്കുകയും ചെയ്യുക. പച്ചപ്പ് നിറഞ്ഞ ചെടികൾ വീട്ടിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കും. ഇനി അവസാനമായിട്ട് അഞ്ചാമതായി, പൊട്ടിയ ചിത്രങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ. പൊട്ടിയതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ ദൈവ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ വീട്ടിൽ വയ്ക്കുന്നത് അശുഭകരമായി കണക്കാക്കുന്നു. ഇത് വീട്ടിൽ ദൗർഭാഗ്യം കൊണ്ടുവരും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്തരം വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ അവ ശാസ്ത്രപരമായ രീതിയിൽ മാറ്റുക. ആറാമതായി, ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങൾ. ആവശ്യമില്ലാത്തതും ഉപയോഗിക്കാത്തതുമായ പഴയ വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, മറ്റ് വസ്തുക്കൾ എന്നിവ വീട്ടിൽ കൂട്ടിവെക്കുന്നത് നെഗറ്റീവ് ഊർജ്ജം നിറയാൻ കാരണമാകും. ഇത് വീട്ടിൽ ഒരുതരം സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുകയും പുതിയ കാര്യങ്ങൾ വരുന്നത് തടയുകയും ചെയ്യും. അതുകൊണ്ട് പഴയതും ഉപയോഗിക്കാത്തതുമായ സാധനങ്ങൾ കൃത്യമായി ഒഴിവാക്കുക. ഓർക്കുക, ഈ കാര്യങ്ങൾ വെറും വിശ്വാസങ്ങൾ മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ ഊർജ്ജത്തെയും നമ്മുടെ മാനസികാവസ്ഥയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൂടിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ശ്രദ്ധിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. നിങ്ങളുടെ സന്തോഷവും ഐശ്വര്യവുമാണ് ഞങ്ങൾക്ക് പ്രധാനം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.